നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ? അതെ, നമ്മൾ ഇങ്ങനെ കുറെ ഓടിയെങ്കിലേ അതെ, നല്ല ഒരു ഹൈ റേഞ്ച് ഫീലുള്ള സ്ഥലമല്ലേ. നമുക്കൊന്ന് അവിടെ നിർത്തിപ്പോയാലോ? കൊള്ളാല്ലേ സ്ഥലം? കൊള്ളാല്ലേ? നല്ല സ്ഥലം. വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. ഈ വഴിക്കാണ് ചെമ്പ്ര ഉന്നതിയിലേക്ക് പോവാം. ചെമ്പ്ര ഉന്നതി എന്ന് പറയുമ്പം ട്രൈബ് ഏരിയ അല്ലേ? ട്രൈബ്സിന്റെ ഏരിയ. അപ്പോൾ ഒരു 45 കുടുംബെങ്കിലും അവിടെ ഉണ്ടാവും. അപ്പം അവിടെ പോകുന്നുണ്ടോ? സ്ഥിതിക്ക് ആ വഴിക്കൊന്ന് വിട്ടാലോ? കുറെ പോകേണ്ടി വരുമോ? കുറെ ചുറ്റിയില്ലേ, ഇനി വണ്ടി പോവോ? വണ്ടി പോവും. എന്താ പരിപാടി? ഇവിടെ നിന്ന് തുടങ്ങാല്ലേ നംസീറേ? ഇവിടെ തന്നെ തുടങ്ങാം. ഫസ്റ്റ് വരല്ലേ നമ്മൾ കണ്ടേ. വീട് എവിടെയാണ്? മേലെയോ? ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് പോയി നോക്കിയാലോ? അച്ഛനെ അമ്മനെയൊക്കെ ഒന്ന് കണ്ടാലോ പോയിട്ട്? വോട്ട് ചോദിക്കാനൊക്കെ ആളെത്തിയിരുന്നോ? ആരാ വന്നേ? ഏത് പാർട്ടിക്കാരാ വന്നേ? കൈപ്പത്തിയും വന്നേ. എല്ലാ വർഷവും വോട്ട് ചെയ്യാറുണ്ടോ? എനിക്ക് വോട്ടില്ല, എനിക്ക് ആധാർ ഇല്ല, പിന്നെ ഐഡന്റിറ്റി ഇല്ല. അപ്പൊ എന്താ കിട്ടാത്ത? അപേക്ഷിച്ചിരുന്നോ? ഫസ്റ്റ് ആദ്യം നഷ്ടപ്പെട്ടു പോയതാണ്. ഇങ്ങനെ കോഴിക്കോട് പോയി അങ്ങനെ നഷ്ടപ്പെട്ടു പോയതാണ്. ഇതെന്താ പ്രശ്നം എന്നാ പറയുന്നേ? ഓല് എന്താന്ന് അറിയാൻ പറ്റൂല. ആദ്യം നഷ്ടപ്പെട്ടു പോയതിൽ ഓൽക്ക് നമ്പർ വേണം. ഞാൻ കുറേ ശ്രമിച്ചു ഈ കുട്ടിക്ക്. പിന്നെ ഇപ്പൊ സൈപ്പന്റ് കിട്ടണില്ല, അതൊക്കെ മുടങ്ങി കിടക്കാണ്. വീട്ടില് കറണ്ട് ഉണ്ടോ? ബൾബൊന്നും കാണുന്നില്ലല്ലോ. കറണ്ട് ഇല്ല. ഇല്ല. എത്ര കാലമായി? ഇപ്പൊ 10 കൊല്ലൊക്കെ ആയിട്ടുണ്ടാകും. വയറിങ് ചെയ്ത് വെച്ചു, പക്ഷെ കറണ്ട് കിട്ടിയില്ലല്ലേ? എന്താ പ്രശ്നം? അത് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഒക്കെ ശരിയാക്കിയതാണ്, എന്നിട്ടും കറണ്ട് ഇല്ല. ഇപ്പൊ ആന വന്നാലും ഞങ്ങൾക്ക് എല്ലാ വീട്ടിലും കറണ്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ മാത്രം കറണ്ട് ഇല്ലാതെ ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ. പാർട്ടിക്കാരോട് പറഞ്ഞോ? ഈ വിഷമൊക്കെ പറഞ്ഞോ? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരിയാക്കി തരാന്ന് പറഞ്ഞല്ലേ? വോട്ട് പോലും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അമ്മച്ചി എന്താ വിശേഷം? ഇവിടെ തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, അറിഞ്ഞിരുന്നോ? വോട്ടുണ്ടോ? എത്ര കാലമായി വോട്ട് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ ഒരു 5-6 കൊല്ലം വോട്ട് ഉള്ള കാലം വരെ ഞങ്ങൾ. അമ്മ എത്ര കൊല്ലമായി വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്? കുറേ കൊല്ലമായി. ഇവിടെ സ്ഥാനാർത്ഥികളൊക്കെ വന്ന് വോട്ട് ചോദിച്ചോ? ആരൊക്കെ വന്നു? കൈപ്പൊത്തിക്കാറ്, അരിവളക്കാറ് 2 കൂട്ടർ വന്നു. ഇവിടെ ആനശല്യം നല്ലോണം. ഇതൊക്കെ ഇത്രയും തെങ്ങൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ആന തിന്നു. വീടിന്റെ അടുത്തേക്ക് വരുമോ? പിന്നെ ഇതിലൊക്കെ വരുന്നുണ്ടല്ലോ, ഇതിലൊക്കെ വന്ന് തിന്ന് പോകും. പിലവൊക്കെ ചക്ക ചാടിച്ച് തിന്ന്. ജോലിയില്ല? തൊഴിലുറപ്പിനാണോ പോവാറ്? നമ്മളെ കോളനിയിൽ തന്നെയാണ്. ശരി. നിങ്ങളുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ബാലനാണ്. തെരഞ്ഞെടുപ്പായിട്ട് എന്താ സ്ഥിതി മൊത്തത്തില്? തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കുറേ പാർട്ടിക്കാരൊക്കെ വന്ന് പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളെ കൈപ്പത്തിൻ്റെ ആൾക്കാർ വന്ന്, പിന്നെ അരുവണ്ട ആൾക്കാരൊക്കെ വന്ന് പോയിട്ടുണ്ട്. മറ്റേ ടീം എത്തിയിട്ടില്ല. ജോലിയൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ടോ? ഇല്ല, സ്ഥിരമായിട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ല. ഇത് തൊഴിലുറപ്പെന്ന് പറഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 2-3 ആഴ്ചൻ്റെ പണി ഉണ്ടായിരുന്നു. പിന്നെ അതിന് കഴിഞ്ഞ ശേഷം പിന്നെ ഇപ്പോൾ ഇല്ല. അത് എടുത്തിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ പാട്ടിന് കാരണമുണ്ട്, ഇത് പൈസ കയറില്ലല്ലോ. തൊഴിലുറപ്പിന്റെ പൈസ വരുന്നില്ല. ഇല്ല, അതാണിപ്പോൾ ആ കഷ്ടത്തിൽ. ഞങ്ങൾക്ക് ആ പണി അല്ലാതെ ജീവിക്കാൻ വേറൊരു മാർഗമൊന്നുമില്ല. വേനലെന്ന് പറഞ്ഞ് കുറച്ച് തേൻ്റെ സമയമൊക്കെ ഉണ്ടാകും. അത് 2-3 മാസം കൊണ്ട് അത് തീരും. പിന്നെ മഴക്കാലം അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു വരുമാനം തന്നെ ഉള്ളൂ. വോട്ട് ചെയ്യാൻ പോവോ? വോട്ട് ചെയ്യാനൊക്കെ പോകും. പോകാറുണ്ട്. ഒരു ജോലിയില്ല. തെരഞ്ഞെടുപ്പായിട്ട് സ്ഥാനാർത്ഥികളൊക്കെ വന്നോ? വന്നിരുന്നു കുറച്ച് ദിവസത്തിനൊക്കെ. 2-3 ദിവസം വന്നിരുന്നു. ആരൊക്കെ ഇവിടെ വന്നേ? പല ആൾക്കാരും വന്ന് പോകുന്നുണ്ട്, ഇടയ്ക്കൊക്കെ വന്നു. ഏതൊക്കെ പാർട്ടിക്കാരാന്ന് മനസ്സിലായോ? പാർട്ടിക്കാരൊക്കെ അറിയും. ആരൊക്കെ മത്സരിക്കുന്നറിയോ?
ഒന്നും എനിക്കറിയില്ല. സ്ഥാനാർത്ഥികൾ ആരാന്നറിയില്ല. അടയാളം നോക്കിയിട്ടാ വോട്ട് ചെയ്യാ? ഏതൊക്കെ അടയാളം? ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വോട്ട് ഞങ്ങൾ ചെയ്തിട്ട് പോകും. ഏതെങ്കിലും പാർട്ടിക്കാരെ കൊണ്ട് ഗുണമുള്ളതായിട്ട് തോന്നിയണോ? ഞങ്ങൾക്ക് ഒരു ഗുണം തോന്നിയിട്ടില്ല. ഒരു പാർട്ടിക്കാരും കൊണ്ട് ഗുണമില്ല. ഒരു പാർട്ടിക്കാരെ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുക. ഒരു മിനിറ്റ്, നമുക്ക് അവിടെ നിന്ന് ഒരു വലിയ ചിരി വരുന്നുണ്ട്. ആ ചിരി കൂടെ എന്താ അതിന്റെ കാര്യം നോക്കിയിട്ടാണ് അല്ലേ? ഒരു പാർട്ടിക്കാരെ കൊണ്ട് ഗുണമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഭയങ്കര ചിരി. എന്താ പേരെന്താ? വീരൻ. പാണപ്പോയിൽ വീരൻ. പാണപ്പോയിൽ വീരൻ. എന്താ? പാണപ്പോയിൽ വീരൻ. പാണപ്പോയിൽ വീരൻ. ഗംഭീര പേര്. മാഞ്ചേരി, സ്ഥലം മാഞ്ചേരി. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോക്കുണ്ടോ? ആ, എന്താ ഇത്തവണത്തെ സ്ഥിതി എന്താ മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ്? ഞങ്ങൾ ഭാഗത്ത് അത്ര തെരഞ്ഞെടുത്ത് വരുന്നില്ല. ഞങ്ങളടുത്തേക്ക് വണ്ടി വരാണ്. ഓഫീസർമാരുടെ വണ്ടി അയക്കാണ്. പിന്നെ ആ വണ്ടിയിൽ കയറി പോകും ഞങ്ങൾ അങ്ങോട്ട്. പിന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കോഴിക്കോട് നാക്കും തരും. അങ്ങനെയാണ്. രസമാണ് അതെ. ആ ഗംഭീര ചിരിയല്ലേ, മുറുക്കി ചോപ്പിച്ചുള്ള. ഇപ്പൊ പണ്ടത്തമാരല്ല, ഇപ്പൊ എല്ലാരും കണക്കാ. ഏത് ബോട്ടിലും കണക്ക് തന്നെ. ഒക്കെ ശരിയില്ല. ഇപ്പൊ അരിമനാദവും കിട്ടണില്ല. വോട്ട് ചെയ്താലും ഒരു തേങ്ങ കിട്ടണില്ല. അങ്ങനാണേ. വോട്ട് ചോദിക്കാൻ മാത്രം അങ്ങോട്ട് വരുള്ളൂ. അതിന് മാത്രം പോലെ വരുള്ളൂ. അത് വന്നിട്ട് എന്ത് കാര്യം? നമ്മൾക്ക് ഉപകാരമില്ല. സ്ഥിരമായിട്ട് ഒരാൾക്കാണോ വോട്ട് ചെയ്യാല്ലേ? മാറ്റി മാറ്റി ചെയ്ത് നോക്കുവോ? ഞങ്ങൾ ഒരു വർഷം ഒരു പാർട്ടിക്കാർക്ക് കൊടുത്തു, ഓലെ കൈക്ക് കൊടുക്കും, ഓലത് നോക്കിയിട്ട് പിന്നെ മറ്റവർക്ക് കൊടുക്കും. ചേച്ചി എന്താ ആലോചിച്ചിരിക്കുന്നേ? നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകൂലേ? നിങ്ങൾക്ക് ജോലി എന്തായാലും ഉണ്ടോ? നിങ്ങൾ ജോലിക്ക് പോക്കുണ്ടോ? തൊഴിലുറപ്പിന് പോക്കുണ്ടോ? എന്താ ആലോചിച്ചിരിക്കാനുള്ള? എന്താ ആർക്ക് വോട്ട് ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്? മനസ്സിലുറപ്പിച്ചോ ആർക്കാ ചെയ്യേണ്ടതെന്ന്? ആർക്കാ ചെയ്യാൻ അങ്ങനെ ഒന്ന് ചെയ്യും. പാർട്ടിക്കാരാണോ വണ്ടി കൊണ്ടുവരാതെ? പാർട്ടിക്കാർ വണ്ടി കൊണ്ടുവരും. രണ്ട് പാർട്ടിക്കാരും കൂടെ കൊണ്ടുപോകാനുള്ള മത്സരമായിരിക്കും അല്ലേ? അവർ കിട്ടുന്ന ആൾക്കാരെ പിടിച്ച് കയറ്റി പോകും. ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ നടന്നു പോകും. ആരും വണ്ടി വേണ്ട, ആരെ വണ്ടി വേണ്ട, പ്രശ്നം ഉണ്ടാകരുത്. ചേച്ചി പുറത്ത് ഇരിക്കല്ലേ? എന്തുണ്ട്? റെസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. വിശ്രമത്തിലാ? സ്ഥാനാർത്ഥിയുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഇപ്പത്തെ സ്ഥാനാർത്ഥിന്റെ പേരൊന്നും എനിക്കറിയില്ല. ആരെയും അറിയില്ല. പിന്നെ അൻവറിന്റെ അറിയാം. അൻവറിനെ അറിയാം. അൻവറിന് മുമ്പ് വോട്ട് ചെയ്തിട്ടുണ്ടോ? സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ? ഇല്ല, വന്നിട്ടില്ല. ഇല്ല, സ്ഥാനാർത്ഥികൾ ആരും എത്തിയിട്ടില്ല. പാർട്ടിക്കാരെ വരുന്നില്ല വോട്ട് വെച്ച്. നിങ്ങൾ ആര്യാടൻ ഷൗക്കത്ത് നിന്ന് കേട്ടിട്ടുണ്ടോ? അറിയോ? ആളാണ് UDFന്റെ സ്ഥാനാർത്ഥി. M സ്വരാജ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, CPMന്റെ നേതാവാണ്. മൂപ്പരാണ് LDFന്റെ സ്ഥാനാർത്ഥി. അറിയോ? നിങ്ങൾ മൊബൈലൊന്നും കണ്ടിട്ടില്ല? ഷബീറെ, നമ്മൾ ഇവരെ അടുത്ത് വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവരെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള അറിയുന്നത് അല്ലേ? അവർക്ക് കൃത്യമായൊരു നിലപാടുണ്ട്. അതായത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സുഗമമായി നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ആരൊരുക്കുന്നു അവർക്ക് വോട്ട്. അല്ലാതെ ആരെങ്കിലും പ്രലോഭിപ്പിച്ചത് കൊണ്ട് ഇല്ല ഇല്ല, വോട്ട് കൊടുക്കില്ല എന്ന് തന്നെ. എന്തായാലും ഒരു വ്യത്യസ്തമായ കാഴ്ചകളും അതെ അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ നിലമ്പൂർ റൈഡിൻ്റെ അടുത്ത എപ്പിസോഡിൽ വേറൊരു സ്ഥലത്ത് കാണാം. തീർച്ചയായും. ഓക്കെ.